ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണാം. അപ്പോൾ നമ്മുടെ തൊട്ട് പുറകിൽ 10 മണി ചെടികളൊക്കെ നല്ല ഉഷാറായി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ 10 മണികളെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ 10 മണിയെക്കുറിച്ചുള്ളതായ വീഡിയോ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഷ്ടം പോലെ പൂക്കളമൊക്കെ ആയിട്ട്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ നമുക്ക് 10 മണികളെ എങ്ങനെ ഉഷാറാക്കി എടുക്കാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ 10 മണി ചെടികൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ആദ്യം തന്നെ. അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. നല്ലതുപോലെയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 10 മണികളൊക്കെ പിടിച്ചിരുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഇതല്ല, ഒരു ലൈറ്റ് പിങ്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വെള്ളയും അല്ല എങ്കിൽ പിങ്കും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കളറാണ്. അതിനകത്ത് ഒരു ചുമന്ന ലൈൻ മാത്രം. ഇത് ഓറഞ്ച് കളറ് കണ്ടോ, പിങ്ക് വെള്ളയും അല്ല എങ്കിൽ പിങ്കും അല്ല, അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലുള്ള കളറ്. ഇതൊക്കെ എല്ലാ വീട്ടിലും കാണുന്ന തന്നെ ഉള്ളൊരു കോമൺ കളറാണ്. ഇത് പിങ്കും വൈറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഒരു രസമായിട്ടുള്ളൊരു കളറാണിത്. ഇതൊരു 10 മണി പൂവ്, നല്ല മഞ്ഞ കളറ്. അതിനകത്ത് വേറെ ഒരു കളറും അതിനകത്ത് വരികയില്ല, മഞ്ഞ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനപ്പുറം നിൽക്കുന്നത് വെള്ള കളറ്, പ്യുവർ വൈറ്റാണിത്. അതിനകത്ത് ഷെയ്ഡുകളോ ഒന്നും വരത്തില്ല. ഇതും ഒരു സുന്ദരിക്കുട്ടി കളറാണ്, കണ്ടില്ലേ? മഞ്ഞയ്ക്കകത്ത് അതിനകത്ത് നടുക്ക് നല്ല ചുവപ്പും മഞ്ഞയും എല്ലാം ഒക്കെ ആയിട്ട് നല്ല മിക്സായിട്ടൊരു കളറ്. 10 മണിയുടെ നല്ലൊരു വെർഷനാണിത്. നല്ല മുട്ടൻ പൂവാണിത്. ഇത് ബേബി പിങ്ക് കളറ്, കണ്ടില്ലേ? അതിനകത്ത് വേറെ ഷെയ്ഡോ അങ്ങനെയൊന്നുമില്ല. ഇതിവിടെ നിറയെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇത് ഒരു 10 മണി കളറ്, ഇത് കണ്ടില്ലേ? ഇത് നല്ല പിങ്ക് കളറായിട്ട്. ഇത് പല കളറുണ്ട്. ഇതിൻ്റെ തന്നെ നല്ല യെല്ലോ കളറുണ്ട്, ഇതിൻ്റെ തന്നെ പൂവായിട്ടില്ല അതിനകത്ത്. ഇത് ഒരു ഡാർക്ക് പിങ്ക് കളറാണ്, നടുക്ക് നല്ല യെല്ലോ കളറും നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇത് ഓറഞ്ച് കളറ്. ഇത് നിറയെ പൂക്കളുണ്ടാകും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഓരോ ചട്ടിയും വളർത്തിയെടുക്കാന്നുണ്ടെങ്കിൽ അതും പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ വെക്കണം. ഓരോ കളറും ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമ്മുടെ ഒരു പഴയ സിമെൻറ്റ് ചട്ടിക്കകത്ത് ഞാൻ നട്ടു വെച്ചിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണ്. ഇപ്രാവശ്യം അത് കുഴപ്പമില്ലാന്ന് നിൽപ്പുണ്ട്. ചില ദിവസം ഇത് നിറയെ പൂക്കൾ കാണും, ചില ദിവസം കുറവായിരിക്കും. ഇന്ന് കുറവാണ്. അതിനകത്ത് മഞ്ഞ മാത്രമാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂവിനകത്ത് കണ്ട് ബട്ടർഫ്ലൈ ഒക്കെ ഇരുന്ന് പൂവൊക്കെ അതിൻ്റെ തേനൊക്കെ നുകരുന്നുണ്ട്. ഇവരിതിൽ പരാഗണമൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ളതായ പൂക്കൾ കിട്ടുന്നത്. അത് ഇതിനകത്താണോ നമ്മൾ നട്ടിരിക്കുന്നത് അറിയാമോ? നമ്മുടെ പണ്ടത്തെ ഉരലാണിത്. ഉരലിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അതിനകത്താണത് നട്ടിരിക്കുന്നത്. ഈ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല ഉഷാറായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ 10 മണികളെല്ലാം അങ്ങ് പോയതായിരുന്നു. കാരണം ഈ പൂക്കളൊക്കെ പിടിക്കുന്ന ചെടികൾക്ക് ഒരു സീസണുണ്ട്. ആ സീസൺ അനുസരിച്ച് മാത്രമേ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. അപ്പം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ 10 മണി ഉണ്ടാകുന്നില്ല എന്ന്. പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇഷ്ടം പോലെ പൂക്കളായിരുന്നു. നമ്മുടെ ഒരു മതിലരികിൽ കുറേ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് എല്ലാ ടൈപ്പ് 10 മണികളും ഉണ്ടായിരുന്നു. കുറേ ഒരു 10-20 ടൈപ്പോളം വെറൈറ്റികളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇടയ്ക്ക് വെച്ച് എല്ലാം നമുക്ക് കുരുടി നിൽക്കുന്ന മാതിരി അങ്ങ് ആയിപ്പോയി. എന്ന് വെച്ചാൽ അതിൻ്റെ സീസൺ കഴിഞ്ഞു, അതുകൊണ്ടാണ് മുരടി ചെങ്ങനെയും നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം, അതിൻ്റെ എല്ലാത്തിൻ്റെയും തണ്ട് നമ്മൾ ഒടിച്ച് നമ്മുടെ ഒരു കവറിനകത്തൊക്കെ ഓരോ ടൈപ്പും ഓരോ കവറിനകത്താക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് നഷ്ടപ്പെടാതെ ഓരോ കളറും നമ്മുടെ വീട്ടിൽ കാണുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ കളറുകൾ തേടി പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയെല്ലാം ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് തന്നിട്ട് വീണ്ടും നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് നടുമ്പോൾ ഉണ്ടല്ലോ, തറയൊക്കെ നല്ലതുപോലെ കൊത്തി ഇളക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ നനച്ച് വീണ്ടും ഒന്നുകൂടെയൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് നമ്മളിതിൻ്റെ തണ്ടുകൾ ഒടിച്ചു കുത്തണം. അന്നേരം നല്ലതുപോലെ ഈ 10 മണിയൊക്കെ വളർന്നിങ്ങനെ കയറി വരും. പിന്നെ നമുക്ക് നമ്മുടെ ജൈവ സ്ലറിയൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല സൂപ്പറായിട്ട് വളർന്നു വരും. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഒന്ന് ചേറി കൊടുത്താലും അതിനകത്ത് വലിയ കീടശല്യമൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ട് എല്ലാ കളറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇപ്പം പൂക്കളൊക്കെ നല്ലതുപോലെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിന് നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കണം. അതുപോലെ നല്ലതുപോലെ വെയിലും ഉണ്ടെങ്കിൽ മാത്രമേ 10 മണികൾ നല്ല രീതിയിൽ കിളിർച്ച് വരികയുള്ളൂ. ഇത് ചട്ടിയിൽ ഹാങ്ങിങ് പോട്ടിനകത്ത് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കളറ് വീതം നമ്മൾ ഓരോ പോട്ടിനകത്ത് നടാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ മിക്സ് ചെയ്ത് നട്ടാലും നമുക്ക് കളറുള്ളതായ പൂക്കളൊക്കെ ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഇത് നല്ലൊരു 10 മണിയാണിത്. ഇപ്പോൾ നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ്. പക്ഷേ നമ്മുടെ നോർമൽ 10 മണിയുടെ ഇലയാണ് ഇതിന് ഉള്ളത്, കണ്ടോ? പക്ഷേ പൂക്കൾ നമ്മുടെ 8 മണി പൂക്കളുമാണ്.
നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ, നല്ല രസമാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല തഴച്ച് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നുണ്ട്. എന്നും ഇതിനകത്ത് പൂക്കളുണ്ട് കേട്ടോ. ഇതിപ്പം 3 എണ്ണം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്നും നിറയെ പൂക്കൾ പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. ഈ 10 മണി ചെടികൾ നമുക്ക് മണ്ണിനകത്താണെന്നുണ്ടെങ്കിലും പോട്ടിനകത്താണെന്നുണ്ടെങ്കിലും അതുപോലെ ബോട്ടിനകത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പല രീതിയിലും നമ്മൾ വളർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണിക്കുന്നത് മണ്ണിനകത്ത് നട്ടിരിക്കുന്നതാണ്. അപ്പം ഈ മണ്ണൊക്കെ നല്ലതുപോലെ കൊത്തി ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നല്ല ഈ മണ്ണ് ഇളക്കമുള്ള മണ്ണ് തന്നെ ആയിരിക്കണം കേട്ടോ. നല്ലതുപോലെ ഇളകി കിടക്കുന്ന മണ്ണായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇങ്ങനെ വേരൊക്കെ ഓടിയിട്ട് നല്ല രീതിയിൽ പടർന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതായ കവറിൽ നിന്ന് നമുക്ക് ഒരു പോട്ടിനകത്തോട്ട് കുറച്ച് നട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഇളം തണ്ടുകൾ നോക്കി നമുക്ക് കട്ട് ചെയ്യാം. ഇത് പൂവൊക്കെ വന്നെങ്കിൽ നമുക്കിനി ഇത് ഏത് കളറാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കുറച്ച് മണ്ണും ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്താണിത് പോട്ട് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇത് കുത്തി കൊടുക്കാം. അത് നമുക്ക് ചാണകമൊക്കെ കലക്കി ഒഴിക്കാം. അത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ നമുക്ക് അടിച്ച് കലക്കി ഒഴിച്ചാൽ അത് നല്ല വളമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന വളമൊന്നുമില്ല. ഏത് വളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ നല്ലതുപോലെ ഇതിന് വെള്ളം വേണം. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 10 മണി ചെടികൾ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ബോട്ടിലിനകത്ത് നമുക്കിത് നടാവുന്നതാണ്. നല്ല രീതിയിൽ ബോട്ടിലിനകത്ത് ഹോളൊക്കെ ഇട്ടിട്ട് നടണം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ 10 മണി ചെടികൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം ആദ്യം തന്നെ. അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. നല്ലതുപോലെയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 10 മണികളൊക്കെ പിടിച്ചിരുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തണലത്ത് വയ്ക്കുക 2 ദിവസം. വേരൊക്കെ അതിന് ശേഷം നമുക്ക് വേരത്തോട്ടെടുത്ത് വയ്ക്കാവുന്നതാണ്. പല ടൈപ്പിലെ 10 മണികൾ നമ്മളിങ്ങനെ ഹാങ്ങിങ് പോട്ടിനകത്ത് ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ദാണ്ട് നല്ലതുപോലെ വളർന്ന് വന്നു കഴിഞ്ഞ് ഇതിനകത്ത് ഈ വലിയൊരു പൂവാണ് ഉണ്ടാകുന്നത്. നല്ല രസമാണ് നിറയെ പൂ പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ തെങ്ങിൻ്റെ മൂട്ടിൽ നട്ടിരിക്കുന്നതായ 10 മണികളാണ്. 10 മണി ചെടികൾ തെങ്ങിൻ്റെ മൂട്ടിൽ നടുമ്പോൾ 2 ഗുണമുണ്ട്. അപ്പോൾ തെങ്ങിനും നല്ല ഒരു നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, നല്ല കായ്ഫലം ഒക്കെ നമുക്ക് തെങ്ങിനും കിട്ടുന്നതായിരിക്കും. അപ്പം ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ മൂട്ടിൽ നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മുടെ ചാണകപ്പൊടിയുണ്ട്, ചാരമുണ്ട്, കമ്പോസ്റ്റ്, കോഴിവളം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ അങ്ങ് അടുപ്പിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 4-5 ദിവസം അങ്ങനെ അങ്ങ് ഇട്ടിരുന്നു. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ 10 മണിയുടെ കൊമ്പുകളെല്ലാം ഇങ്ങനെ കുത്തി കുത്തി നട്ടു. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്, പൂവൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം 10 മണികളെക്കുറിച്ചുള്ളതായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ 10 മണികളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് നടാനായിട്ട് ശ്രമിക്കുക. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.